ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. ഇന്ന് എന്താ ഇന്ന് ലാവില്ല കേട്ടോ, മറ്റുള്ളാണ് കയറിയത്. അപ്പം ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടുന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാട്ടോ. രാവിലെ തന്നെ കാക്കൊളിച്ചുണ്ട്. ഹലോ. അപ്പൊ ഇന്നത്തെ കാര്യം എന്താ വെച്ചാല് പുട്ടുണ്ട്, ചായ, ഇതില് കറിയുണ്ട്, മേലെ പുട്ടുണ്ട് കേട്ടോ. അപ്പം ഏകദേശം ഒരു 7:15 ആയിട്ടുള്ളൂ. അപ്പൊ ചായയും കടിയൊക്കെ ആവാനായി. അപ്പൊ ഇന്ന് ചിലപ്പോ ഞങ്ങള് ഇറച്ചിയും പുളി നോക്കണം വിചാരിച്ചിട്ടുണ്ട്, പലവകയും പുളി. അപ്പൊ അതിന് വാങ്ങാൻ പോകുന്ന സാധനങ്ങള് ഏതായാലും ചായയും കടി ഉണ്ടാക്കട്ടെ. അപ്പൊ ഇത് നേരം വെളുത്തിട്ടുള്ളൂ. എന്താ പരിപാടി വെച്ചാല് തണുത്തള്ളം കുടിച്ച നീച്ചോ 2 കുപ്പി തണുത്തള്ളം അല്ലേ? അന്നുണ്ടല്ലോ ഒരു പാട്ടടി കൊടുക്കുവോ? ഒരു പാട്ടടി കൊടുക്കുവോ? ഒരു പാട്ട് പാടി കൊടുക്കുവോ? ഉമ്മച്ചിക്ക് വീഡിയോ വെക്കാന് ഒരു പാട്ടടിക്ക. ഉമ്മാന്റെ കുട്ടിന്റെ നെല്ലിമീനാട്ടി പാട്. ഉമ്മാനത്തിന്റെ പാട്. ഒക്കെ പാടണം, നല്ലതില് കാരണുള്ളൂ. എന്നിട്ട് ഉമ്മച്ചി കാട്ടിത്തരാം. ഉമ്മാന്റെ കുട്ടിന്റെ മതി. വെച്ചോ വെച്ചോ പാടേ. വെച്ച കുട്ടി വീണാല് കച്ചിട്ട് ആനത്ത് നോക്കിട്ട് ഇമ്മാനെ നോക്കും. മതി. രച്ചുണ്ടോ പാട്ട് വെച്ചോക്ക്? രച്ചുണ്ടോ പാട്ട് വെച്ചോക്ക്? പാട്ട്. രാവിലെ തന്നെ വെള്ളം നിന്നിട്ടോ. അപ്പൊ വെള്ളമൊക്കെ പിടിച്ചേക്കാണ് ബക്കറ്റിലും അയിലയിലൊക്കെ ആയിട്ട്. അപ്പൊ ഏതായാലും ചായയും കടിയൊക്കെ ഉണ്ടാകട്ടെ. ഒക്കെ ചായ കുടിച്ചാൽ കാത്തിക്കാണ്. ഞങ്ങൾക്ക് ഈ അടുക്കള ആദ്യം ഇല്ലേനി കേട്ടോ. ഇതിപ്പോ കയറ്റിയിട്ട് 1 മാസോ 1.5 മാസമൊക്കെ ആയിട്ടുള്ളത് കയറ്റിയിട്ട്. ഈ പെരാന്ന് പറയുന്നത് ഈ ചുമര് കാണുന്നതും ഇതതിന് ആദ്യത്തെ അടുക്കള. ഇവിടെ എന്ന് പറഞ്ഞാല് അടുപ്പ് ഉപയോഗിച്ചൂല, ഗ്യാസ് അടുപ്പാണ് ഉപയോഗിച്ചുള്ളില്. അപ്പൊ അടുക്കള എന്ന് പറഞ്ഞാൽ കുഞ്ഞടുക്കള ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഈ ഒരു സ്ഥലത്ത് മണ്ണിൽ ഒരു ചെറിയ ഒരു കമ്പിന്റെ ഒരു അടുപ്പ് മണ്ണിൽ കുഴിച്ചിട്ടിട്ട് അതിന് ചോറും കൂട്ടാനൊക്കെ ഇവിടെ ഉണ്ടാക്കീന്. അതിൽ പിന്നെ ഉമ്മാക്ക് ഇങ്ങനെ ഒരിടങ്ങേറായപ്പോൾ പിന്നെ കാക്ക കയറ്റി കൊടുത്താട്ടോ. ഇതന്നെ ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല. ഇവിടെ തേപ്പോ കാര്യമൊന്നും കഴിഞ്ഞിട്ടില്ല. എന്നാൽ തന്നെ അവിടെ ഉമ്മ അറിയത് ഒരു അടുപ്പിട്ടി തന്നെ വലിയ കിട്ടലാണ്. നിലത്തുനിന്ന് ഉണ്ടാക്കണ്ടല്ലോ ചോറ് ഇതൊക്കെ. അപ്പം കലക്കി പാരാനൊക്കെ ഭയങ്കര ഇടങ്ങേറേനി. അപ്പം അങ്ങനെ ഉണ്ടാക്കി കൊടുത്താണ് ഈ അടുക്കള കേട്ടോ. ഇതിങ്ങനെ വരിക. അങ്ങനെ കട്ടൻ ചായ ഉണ്ട്. ഇത് ഉമ്മാക്കില്ല ചായ കേട്ടോ. ഉമ്മാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് ഷുഗർ ആയതുകൊണ്ട് മതിട്ടിടൂല. അത് ചുപ്പാക്ക് ആദൂനുമില്ല. കടലക്കറി ഉണ്ട്, പുട്ടും കടലക്കറി. ഈ പുട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ ഉമ്മാക്ക് മുളക് പൊടിയൊക്കെ മില്ലിന്ന് വാങ്ങിയിന്. അപ്പം അവിടുത്തെ കാക്കാറിനത് ശാക്കരിന്റെ പുട്ടുപൊടിയാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ലത് വരുന്നില്ല, അമ്മ പെരുകണില്ല. അത് 5 മിനിറ്റ് കുഴച്ചാൽ നല്ല പെരുകണ പുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയതാ. നല്ല രസമുണ്ട് കേട്ടോ കാണാനും. ടേസ്റ്റ് നോക്കി, കുഴപ്പമൊന്നുമില്ല, രസമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇനി ചായ കുടിച്ചെടുക്കട്ടെ. ഇപ്പം ഇവിടെ ചായ കുടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചായയും കടി? ഞാനും ഇന്ന് ചായ കുടിച്ചത്. അങ്ങനെ നമ്മളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മള് ഇനി അടിച്ചു വരാൻ പോകുന്നു കേട്ടോ. അടിച്ചൊരു തുടക്കൽ കഴിഞ്ഞാൽ അതാണ് പണി. അത് കഴിഞ്ഞാൽ പിന്നെ ചൂടെടുത്തിട്ടുണ്ട്. ഒരുവിധ പണിയൊക്കെ അപ്പം തന്നെ കഴിയും. ഇപ്പൊ TV ആണ്. ഇവിടെ തിരുമ്പാണ് ചച്ചിമാക്ക് തിരുമ്പി കൊടുക്കുക. ഒരാളെ സഹായിച്ചാണ്. വെള്ളമില്ലാത്തോണ്ട് ഞങ്ങള് വെള്ളം ഡ്രമ്മിൽ പിടിച്ച് വെച്ചേക്കല്ലേ. രാവിലെ ക്യാമറ തുടക്കല് കഴിച്ചിട്ട് പൂള കിട്ടുമോ? പൂള കിട്ടാൻ വൈകി കുറവല്ലെന്നാ. ചിലപ്പോ പൂള കിട്ടൂല. അപ്പൊ എന്താ വെക്കുക? മതി, കുറച്ച് മതി. ഇവിടെ വെള്ളത്തിന് ക്ഷാമാണ്.
അങ്ങനെ പെട്ടെന്ന് തുടക്കട്ടെ. തുടക്കല് കഴിഞ്ഞ് അങ്ങനെ തിന്നാൻ കൊടുക്കാറുണ്ട്. അപ്പൊ ഞങ്ങളിഞ്ഞ് നേരെ ഇറച്ചിയല്ല പലവക ഉണ്ടാക്കട്ടെ. പലവക നേരം 11:30 കഴിഞ്ഞു. കിട്ടുവോ പോയോക്കട്ടെ. പൂളിട്ടാണെങ്കിൽ പൂളിയും പലവകയും വെക്കാന്ന് വിചാരിച്ചിരിക്കണേ. രണ്ടും കിട്ടാൻ ചാൻസ് കുറവാണ്. അവിടെ ഉണ്ട് പോയോക്കട്ടെ. ഇങ്ങണ്ടാ ആ ഇച്ചൂടെ ഒന്നോ അമ്മച്ചി പോട്ടെ. ഞാനുണ്ട്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഉമ്മാൻ്റെ നല്ല ചീത്തട്ടും. കാരണം എഡിറ്റിംഗ് ഉണ്ടായിനി. അത് കഴിഞ്ഞപ്പോൾ നേരെ വൈകിയാണ്. ഞങ്ങാനും എനിക്ക് പോയിട്ട് കിട്ടാക്കട്ടെ പറഞ്ഞിരിക്കണേ. ഏതായാലും പോയോക്കെ ഉണ്ടായാ മതിയേനി. ആ ആ പോവാ. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ മൂഞ്ചി പോയി. കട തുറന്നിട്ടെന്നല്ല ഇന്ന് അയാള്. അവിടെയാണ് കട. അവിടെ ആ പച്ച കെട്ടിയത് തുറന്നിട്ടെന്നല്ലെന്ന്. ഇന്നെന്താ കാട്ടുക? നേരം വൈകിയോണ്ട് അവിടെ നേരം വൈകിയോണ്ട് കുഴപ്പമില്ല. നമ്മൾ എത്തതിൻ്റെല്ലേ കട തുറക്കതിൻ്റെല്ലേ. ഏതായാലും ഉമ്മാക്കൊന്ന് വിളിച്ചറിയട്ടെ. അപ്പൊ ഞങ്ങൾ അവിടെ പോലെ അതിന്റെ വേറെ സ്ഥലത്തേക്ക് വന്ന ഇവിടെ തീരെയും തുറന്നിട്ടില്ല കട. അപ്പൊ ഞങ്ങൾ ഇനി കോഴി വാങ്ങി പെരിയക്കോട്ടെ. ഉമ്മ പറഞ്ഞ കോഴി മതി. എന്നാ പൈസക്ക് കോഴി വാങ്ങി വരാൻ പറഞ്ഞിരിക്കണേ. ഞാൻ അത് കോഴി വാങ്ങി കൊടുക്കട്ടെന്നാ. പോവാ ലാസ്റ്റ് കോഴി വാങ്ങാൻ വന്നാട്ടോ. ആ കടക്ക ഇറച്ചി അവിടെ ഇല്ലമ്മ. പോയി ഞാനും ഓനും പോയി. ആ ഇറച്ചി വീട് ഇറങ്ങിട്ടില്ലേ. ഞങ്ങൾ ആദ്യം അവിടെ പോയി അമ്പലപ്പാടി. ഞാൻ നേരം നീക്കി പോയോണ്ടല്ലോ ഒരു വീട് ഒക്കെ ഇല്ലാണ്. വീട് തുറക്കിട്ടില്ല. ആ റൂട്ടിലുണ്ടാവില്ല. അങ്ങനെ കോഴി കിട്ടിയാലും കുഴപ്പമില്ലല്ലോ അമ്മ. കോഴിക്കെല്ലാം ഉള്ളിണ്ട്, തക്കാളി ഉണ്ട്, ചോറ് കഴിക്കണം കേട്ടോ. ഇത് ഇറച്ചിയും പുളി ആയതുകൊണ്ട് ഞങ്ങളൊരു കാത്തുന്നുണ്ട്. പക്ഷെ മൂഞ്ചി പോയി. ഇനി കോഴിക്കറി ഉണ്ടാക്കാം. അങ്ങനെ നമ്മളെ ചിക്കൻ കറി കഴിച്ചോ. ചോറുമായി നിലത്താറേ. പിന്നുള്ളത് മൂരുകറി കേട്ടോ. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി എന്താ പണി? അതോ നമുക്കെന്താ പരിപാടി? ഇനി കുളിച്ചാ? അപ്പൊ ഞങ്ങള് കുളിച്ചിട്ട് വരാറേ. അപ്പൊ ഞങ്ങള് കുളിയൊക്കെ കഴിഞ്ഞിട്ടില്ലേ അതോ ഞങ്ങള് മാമുന്ന അല്ലേ. മീമാനം വാങ്ങണേ. ഞങ്ങള് ഓന് നല്ല കുട്ടിയായിട്ട് ചോറുന്നാല് ഞങ്ങള് മീമാനം വാങ്ങൂല്ലേ. സെറ്റല്ലേ? എന്താ നമുക്ക് ചോറിന് കൂട്ടാനെന്താ? ചെമ്മരിയാടോ? ചോറുന്നാ? ഇജ് ഗുഡ് ബോയാ ബാഡ് ബോയാ? അപ്പൊ ഞങ്ങള് ചോറൊക്കെ വിളമ്പി വെച്ചിക്കണ്. ഓന് നല്ല കുട്ടിയാട്ടോ. ഓന് ചോറ് കൊടുത്തോൻ വലിയ തൊള്ള ഒലിച്ചു അല്ലേ. അങ്ങനെ തൊള്ള ഒലിച്ചു അല്ലേ. അപ്പൊ ഞങ്ങള് വേഗം ചോറുന്നട്ടല്ലേ അതോ അല്ലേ. ഞങ്ങള് ചോറുന്നിട്ട് കാണാം അല്ലേ. ടാറ്റത്തല്ലേ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉറക്കവും കഴിഞ്ഞ് നീച്ച് ഇപ്പൊ ഏകദേശം 5:15 അപ്പൊ ഞങ്ങള് എൻ്റെ വരിയിൽ ആരുമില്ല. അവിടെ അവിടുത്തെ ഇമ്മാൻ്റെ ഏട്ടത്തിൻ്റെ കൂടെ പോയതാണ്. അപ്പം പെരിയത്തെ ചെടിയൊക്കെ നനക്കാണ്ട്. അപ്പൊ ഞങ്ങള് അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ്. ഉമ്മ റെഡി ആയിക്കുക. പോവല്ലാതെ അങ്ങനെ ഇപ്പൊ കാക്കാന്റെ കൂട്ടുകാരെ പാകം വേണ്ടിയിട്ട് വലിയൊരു മീനെ കൊണ്ടുവന്ന് നിർത്തുന്നു കേട്ടോ. നിങ്ങൾക്ക് അടിത്തരാം. പാലുണ്ടോ? അയ്യോ മീന് നല്ല വലിപ്പം ഇട്ടത്. നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിട്ട് സൈസ് നല്ല മീനാണ്. ഇപ്പാക്ക് ഇഷ്ടാണെന്നപ്പോ കൊണ്ടുവന്നാലേ അന്ന് പുടിച്ച് കാട്ടി കൊടുത്താണേ. പൊന്തൂല കേട്ടോ. നല്ല കനാണ്. അതുകൊണ്ട് അത്ര ഉണ്ട് കേട്ടോ ഈ മീന് അല്ലേ. ഇവിടെ കത്തി നോക്കിട്ടോ. അങ്ങനെ നമ്മള് മീൻ നന്നാക്കാൻ പുറത്തേക്ക് നിൽക്കുക കേട്ടോ. കാരണം ഇത് കുറെ വലിയ മീനായതുകൊണ്ട് നല്ല നയിപ്പാണ് നന്നാക്കാൻ. എപ്പോഴും ഇത് കയ്യെന്ത് ഏതാണെന്ന് അറിയില്ല. അപ്പൊ ഇത് രാത്രിയാണ് കിട്ടിയത്. ഓനക്ക് കിട്ടിയപ്പോ ഇങ്ങനെ മീനെ കിട്ടിയപ്പോ കാക്കാനോട് ചോദിച്ചു. അതിൽ ഉപ്പാക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ കൊണ്ടേ കൊടുക്കുക ചോദിച്ചപ്പോ ഇങ്ങനെ കൊണ്ടുവന്നാണ്. അപ്പൊ കണ്ണാണില്ലേ. അപ്പൊ നന്നാക്കാൻ നിക്ക കേട്ടോ.
രാത്രി ആയില്ലേ അമ്മ? തോലി എന്താണത്? ഇതെങ്ങനെയാന്ന് വെച്ചാ അറിയില്ലേ? ഓനോട് വിളിച്ചത് ഓന്റെ നമ്പർ ഉണ്ടോ? ഇല്ല. ഇതിനോട് വിളിച്ചു നോക്കിയാ ഇതെങ്ങനെ തോലി കീച്ചലാ ചോദിച്ചു നോക്കാൻ ഇത് പറഞ്ഞോനോട്. മീൻ ഇവിടെ കിട്ടിയിരിക്കണ നന്നാക്കല അറിയില്ല കേട്ടോ. ചിലപ്പോ ഇത് തോലി കീച്ചേക്കാണ്ട്. ഇത് എമർജൻസി ഒക്കെ പിടിച്ച് ഇവിടെ നിക്കാണ്. ഇപ്പൊ നന്നാക്കുമല്ലോ വിചാരിച്ചത്. ഇപ്പൊ ആർക്കെങ്കിലും വിളിച്ചു ചോദിച്ചത് എങ്ങനെ നന്നാക്കുക വെക്കാനറിയോ? വെക്കാനറിയാം. ഇതെന്താ കാട്ട പൊടിച്ചാണ്? ഇമ്മ ഇപ്പ മീനിന്റെ ആൾക്കാരാട്ടോ. ഓൽക്കാണ് ഈ മീൻ ഇഷ്ടം. അച്ചിമാനെ സഹായിച്ച ഇങ്ങോട്ടോക്ക്. അനക്കെന്താ പണി? നീ നന്നാക്കുക വിളിച്ചാല്. ഞങ്ങൾ ആരെങ്കിലും വിളിച്ചു നോക്കട്ടെ എങ്ങനെ നന്നാക്കി എടുക്കാന്നൊന്നും അറിയില്ല. കൊറേ നേരത്തെ അധ്വാനത്തിന് ശേഷം മീനിങ്ങനെ ആക്കി വെട്ടാൻ പോവാ. നമ്മള് മീനില്ലേ കൊറേ ഇടങ്ങാറായില്ലേ ഈ മീൻ ഇങ്ങനെ ആക്കാന്. ഞങ്ങളൊക്കെ മീൻ നന്നാക്കിട്ട് വേഗം പോയ ഡ്രസ്സ് മാറ്റി അക്കോലെ ഇനി മീൻ നന്നാക്കി കിട്ടിയപ്പോ അല്ലാതെ കൈമീൻ മുറയാക്കിക്കണ ഈ മീന് നന്നാക്കിട്ട് നല്ല ഇടങ്ങാറായിട്ടോ. അപ്പൊ കുറച്ച് ഞങ്ങള് കറി വെച്ചിക്കണേ. അപ്പൊ ബാക്കി പൊടിച്ചാലേ അമ്മ ഒക്കെ പൊടിച്ച. പിന്നെ നമ്മള് മീനില്ല ചതവ് ഉണ്ടാക്കിയാലേ അമ്മ നോട്ടെ. ഇത് ഇഞ്ചി കറണ്ടില്ല കണ്ടില്ല. ചതവൊക്കെ റെഡിയാക്കിയില്ലേ അമ്മ? മുളക് പൊടി, മഞ്ഞപ്പൊടി, ചതവ്, കുരുമുളക്, ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി മുതലായൊക്കെ ചേർത്തിക്കണം. നല്ല നയിപ്പുണ്ടേനില്ലേ അമ്മ? എന്തെങ്ങൾക്ക് പറയല്ലേ? ഇനി ഞങ്ങള് കാക്ക വന്ന കൊണ്ടുവന്നേതാന്ന് പറഞ്ഞിനി ഞങ്ങൾ മാണ്ടാന്ന് പറയും ഇങ്ങനെയാണെങ്കിലേ. നന്നാക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളിത് ഇതാക്കിയിട്ട് കാട്ടിത്തരാട്ടോ. അങ്ങനെ മസാലയൊക്കെ റെഡിയാക്കി മീൻ ഇട്ടൂല്ലേ. ഇത് ഞങ്ങൾ ഇന്നലെ ഒരു 7 മണിക്കോ എപ്പോഴൊന്നാ ഒരു 7:30 ആയപ്പോ തുടങ്ങിയ പരിപാടി 9-10 മണി വരെ ഒരു മീനുമ നിന്നിക്കണല്ലേ. എല്ലാരും കൈമ മുറിയാണ്. കൈമൊക്കെ നന്നാക്കിട്ട് ഇതായി വെച്ചിട്ടൊരു 5-10 മിനിറ്റ് റെസ്റ്റ് ആക്കാൻ കൊടുക്കണം അല്ലേ അമ്മ? നല്ല പൊടി കാരണം ഇത് നല്ല കട്ടിൽ ഇറച്ചിയുള്ള മീനാണ്. അപ്പൊ നമുക്ക് കുറച്ചു നേരം അങ്ങനെ വെക്കണം കേട്ടോ. പീസുകളാണ് വലിയ പീസാക്കിയാണ്. അങ്ങനെ അത് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ്. ഇനി പൊരിച്ചാൽ നേരത്തെ ഞങ്ങൾ കാട്ടിത്തരാം കേട്ടോ. ഞങ്ങൾ ഇങ്ങനെയാണ് പൊരിച്ച ഉദ്ദേശിച്ചത്. മറ്റേ ചട്ടിയിൽ വെച്ചിട്ടില്ലേ കൊറേ നേരാവൂലമ്മ? വെന്തിട്ടൂല. ഉമ്മാന്റെ ഐഡിയ കേട്ടോ. അങ്ങനെ പൊടിച്ചോണ്ടിരിക്കുകയാണ്. ഇത് 2ാമത്തെ ട്രിപ്പ് ഞാൻ വന്നില്ലേ. 2ാമത്തെ ട്രിപ്പ് ഇട്ടിരിക്കണ്. അത് കുറച്ചായിരുന്നോണ്ട് നല്ല ടൈമിങ് ഉണ്ട്. എപ്പോഴാ കയ്യാവോ? ഇമ്മ ഞാൻ വന്നില്ലേ മെല്ലെ മിന്നിക്കണ ഇതിന്റെ കയ്യിൽ നിന്നിട്ട്. ഏതായാലും പൊരിച്ചട്ടെ. നമുക്ക് ഓന് കൊടുത്തു നോക്കാം. ആ പൊട്ട് അത് എങ്ങനെ ഉണ്ടോക്ക്? എങ്ങനെയുണ്ട്? നല്ല ഇഷ്ടണ്ടോ? അങ്ങനെ രാത്രി ആയപ്പോ ഇവിടെ കറണ്ടൊന്നും ഇല്ല കേട്ടോ. ഇല്ലപ്പാ എപ്പോഴാ വരുന്നത്? ചിലപ്പോ വരലൊന്നും ഉണ്ടാവൂല. കറണ്ട് കൊറേ നേരം കാത്തുണ്ട്. 3 നേരമായിട്ടും കറണ്ട് വന്നിട്ടില്ല. എല്ലാരോടും ഞാൻ അടുത്ത വീഡിയോയില് കാണാം. സലാം പറയും.